ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ ജൂൺ 15 തുടങ്ങുന്ന KSRTCയുടെ സൗജന്യ യാത്രയെ കുറിച്ചുള്ള ചർച്ചകളും അതിന്റെ സന്തോഷങ്ങൾ പങ്കിടലും ഒക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും UDF ഗവൺമെന്റ് പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ തന്നെ അതിൽ പറഞ്ഞ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായ സ്ത്രീകളുടെ സൗജന്യ യാത്ര പ്രിയദർശിനി എന്ന പേരോടുകൂടി അത് ജൂൺ 15 നടപ്പാക്കുകയാണ്. തീർച്ചയായും ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത്രയും വലിയ ഒരു പദ്ധതി കേരളത്തിലുടനീളം ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കുവാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ അഭിനന്ദനാർഹം ആയ കാര്യം തന്നെയാണ്. അതിന് ഒരുപാട് തയ്യാറെടുപ്പുകൾ ഒക്കെ അതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ജൂൺ 15 അത് നടപ്പാക്കാനും ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം താഴ്ന്ന വരുമാനക്കാരായ സ്ഥിരമായി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക്, ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ വലിയ ഒരു കാര്യം തന്നെയാണ് ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. KSRTCക്ക് വളരെ സർവീസുകൾ കുറവാണ് മലബാർ ഏരിയകൾ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ സർവീസുകൾ വളരെ കുറവാണ്. വളരെ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ബസ്സുകൾ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഡിപ്പോകളിൽ തന്നെ ഏകദേശം 20 ബസ്സുകളിലാണ് ഈ ആനുകൂല്യം സ്ത്രീകൾക്ക് ലഭ്യമാകുക. അതും 20 ബസ് എന്ന് പറഞ്ഞാൽ അത് സമയങ്ങളിൽ കിട്ടണമല്ലോ. കാരണം വൈകിട്ട് രാവിലെയും ഒക്കെയുള്ള സമയങ്ങളിൽ ആണെങ്കിലാണല്ലോ ഇതിന്റെ ഉപകാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം സമയങ്ങളിലും ഈ ബസ്സുകൾ ആകെ 20 ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സമയങ്ങളിലാകുമ്പോൾ മുഴുവൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. 1-2 ബസ് കിട്ടിയാലായി എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മലബാർ ഏരിയ കൂടി KSRTC പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗവൺമെന്റ് അതിൽ പ്രത്യേകം ശ്രദ്ധ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം മലബാർ ഏരിയ, എല്ലാ ഏരിയയും പ്രധാനമാണ് എങ്കിലും മലബാർ ഏരിയയിലൊക്കെ വളരെ ജനങ്ങൾ ആകാംക്ഷ ഭരിതരായി തന്നെയാണ് UDFനെ ഇത്രയും വലിയ ഒരു വിജയത്തിൽ എത്തിച്ചത്. എല്ലാ ഏരിയയും, കേരളത്തിലെ എല്ലാ ഭാഗം ഒരേപോലെ തന്നെയാണ് എങ്കിലും അപ്പോൾ മലബാർ ഏരിയയിൽ KSRTCക്ക് ഇത്രയും സർവീസ് വളരെ കുറവായതുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ പ്രൈവറ്റ് ബസ്സുകളെ വാടകയ്ക്കെടുത്തോ അല്ലെങ്കിൽ അവരുമായി എന്തെങ്കിലും എഗ്രിമെന്റിലോ എന്തെങ്കിലും അതിന്റെ സ്വകാര്യത ഉറപ്പുവരുത്തുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ചെയ്ത് മലബാർ ഏരിയയിലും ഈ ആനുകൂല്യം നമ്മുടെ സഹോദരിമാർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം പ്രൈവറ്റ് ബസ് വാടകയ്ക്കെടുത്ത് ഓടിക്കും എന്നൊക്കെ കേട്ടിരുന്നു. എങ്കിലും അതിന്റെ പ്രായോഗികത, അതിനെ പറ്റിയുള്ള പഠനങ്ങൾ ഒക്കെ നടക്കേണ്ടതുണ്ട്. അതൊന്നും ഒരു പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമല്ല ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അതിലൊക്കെ ബാധ്യതകളും ഒക്കെ വരാനുണ്ട്. അപ്പോൾ അത് വാടകയ്ക്ക് കൊടുക്കുന്നവർ ഉന്നയിക്കുന്ന വാടക, അത്രയും വാടകയ്ക്ക് സർക്കാരിന് എടുക്കാൻ സാധിക്കുമോ, ഇതൊക്കെ അതിൽ വിദഗ്ധമായ പഠനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഗതാഗത രംഗത്തുള്ള വിദഗ്ധരായ ആളുകളെ നിയോഗിച്ചുകൊണ്ട് ഈ മലബാറിലെ സ്ത്രീകൾക്ക് കൂടി ഈ ആനുകൂല്യം എങ്ങനെ ലഭ്യമാക്കാം എന്നുകൂടി പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി, ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് ഈ മലബാറിലെ സ്ത്രീകൾക്ക് കൂടി ഈ ആനുകൂല്യം ലഭ്യമാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം KSRTCക്ക് വളരെ സർവീസുകൾ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഓർഡിനറി സർവീസുകളും വളരെ കുറവാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ വയനാട് കുറച്ച് ഗ്രാമവണ്ടികളുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ ലോങ് റൂട്ട് വണ്ടികളാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടുന്ന ഒക്കെയാണ് അതിലൊക്കെ കടന്നു പോകുന്നത് എന്നതൊഴിച്ചാൽ ഓർഡിനറി വണ്ടികൾ കുറച്ച് ഗ്രാമവണ്ടികൾ വയനാട്ടിലുണ്ട്. അത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ അത് കുറവാണ്. അപ്പോൾ ഇത്തരം ഒരു പ്രതിസന്ധി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഈ മലബാർ ഏരിയയിലെ നമ്മുടെ സഹോദരിമാർക്ക് കൂടി ഈ ആനുകൂല്യം ലഭ്യമാകേണ്ടതുണ്ട്, അത് ലഭ്യമാക്കേണ്ടതുണ്ട്. അതിന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഒക്കെ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് അതിന് വിദഗ്ധരായ ഒരു സമിതിയെ നിയോഗിച്ച്, ഗതാഗത രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരായ ആൾക്കാരെ നിയോഗിച്ച് അതിന് നമ്മളെ സഹോദരിമാരെ കൂടി ഈ സൗജന്യ യാത്രയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അത് പ്രൈവറ്റ് ബസ്സുമായി സഹകരിച്ചോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് വാടകയ്ക്കെടുത്തോ ഏതാണോ അതിനെ സ്വീകരിക്കാൻ
അനുയോജ്യമായ മാർഗം ഏതാണോ അത് സ്വീകരിച്ച്, അല്ലാണ്ട് KSRTCക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയധികം ബസ്സുകളൊന്നും വാങ്ങിക്കൂട്ടുവാൻ പ്രായോഗികമല്ലല്ലോ. പിന്നെ അത് വാങ്ങുന്നതിനനുസരിച്ച് മലബാർ ഏരിയയിൽ കൂടുതൽ പരിഗണന ലഭിക്കേണ്ടതുണ്ട്. വെറും ബസ് ഓടിച്ചാൽ പോരാ, ബസ് ലാഭകരമായിരുന്നതും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വിദഗ്ധമായ ഒരു പഠനത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ഈ ആനുകൂല്യം തെക്കൻ ജില്ലകളിൽ ലഭിക്കുന്നതിന്റെ അത്ര ലഭിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു പ്രാതിനിധ്യ രൂപത്തിൽ മലബാർ ഏരിയയിൽ കൂടി ലഭിക്കേണ്ടതുണ്ട്. കാരണം തെക്കൻ ജില്ലകളിൽ ലഭിക്കുന്ന അത്ര ആനുകൂല്യം വടക്കൻ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യത കുറവാണ്. കാരണം തെക്കൻ ജില്ലകളിൽ കൂടുതൽ ഓർഡിനറി ബസ്സുകൾ എല്ലാ ഗ്രാമങ്ങളിലും KSRTCക്ക് ഉണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് തെക്കൻ ജില്ലകളിൽ കൂടുതൽ ഈ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുള്ളത്. വടക്കൻ ജില്ലകളിൽ അത്ര സാധ്യത കുറവായതുകൊണ്ട് തന്നെ ഇനി വാങ്ങുന്ന ബസ്സുകൾ കൂടുതലും വടക്കൻ ജില്ലകളിലേക്ക് ഉൾപ്പെടുത്താനും ഇപ്പോൾ ഉടനടി ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ പ്രൈവറ്റ് ബസ്സുമായി സഹകരിച്ചോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് വാടകയ്ക്കെടുത്തോ ഒക്കെ ഇതിനൊരു പരിഹാരം ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഉൾപ്പെടുന്ന UDF ടീം തന്നെ അതിനൊരു പ്രത്യേക പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ മലബാറിലെ സഹോദരിമാർക്ക് കൂടി ഈ ആനുകൂല്യം കൂടുതൽ ലഭിക്കേണ്ടതുണ്ട് എന്ന് കൂടി ഇവിടെ ഉണർത്തുകയാണ്. അപ്പോൾ KSRTCയുടെ ഈ ജൂൺ 15 തുടങ്ങുന്ന ഈ സൗജന്യ യാത്രക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. നമ്മുടെ മലബാറിനെ കൂടി കൂടുതൽ പരിഗണനയിലേക്ക് ഇത് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.